ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്ക് ചൊവ്വയിലേക്ക് പോകണം. സ്പേസ് ഷിപ്പിലിരുന്ന് മാസങ്ങൾ യാത്ര ചെയ്യുന്നതിന് പകരം ഒരു ടെലിപ്പോർട്ടേഷൻ മെഷീനിൽ കയറുന്നു, ഒരു ബട്ടൺ അമർത്തുന്നു, അടുത്ത സെക്കൻഡിൽ നിങ്ങൾ മാർസിലെത്തി. അമേസിങ് അല്ലേ? പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. മാർസിൽ കണ്ണ് തുറന്നത് ശരിക്കും നിങ്ങൾ തന്നെയാണോ? നിങ്ങളുടെ ഓർമ്മകളുള്ള വേറൊരു കോപ്പി മാത്രമാണോ? ഭൂമിയിലെ മെഷീനിൽ കയറിയ നിങ്ങൾ യഥാർത്ഥത്തിൽ മരിച്ചോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദ ഷിപ്പ് ഓഫ് തീസിയസ് എന്ന പാരഡോക്സിനെ കുറിച്ചാണ്. ഇത് നിങ്ങളെ ചെറുതായി വട്ടുപിടിപ്പിക്കാൻ സാധ്യതയുണ്ട്, എന്നാലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ കഥ തുടങ്ങുന്നത് പുരാതന ഗ്രീസിലാണ്. തീസിയസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മരം കൊണ്ടുണ്ടാക്കിയ പ്രശസ്തമായ ഒരു കപ്പലുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കപ്പലിലെ മരപ്പലകൾ, അതായത് പ്ലാങ്ക്സ്, ഓരോന്നോരോന്നായി ചീത്തയാവാൻ തുടങ്ങി. അപ്പോൾ അവർ എന്ത് ചെയ്തു? കേടുവന്ന ഓരോ പലകയും മാറ്റി അതിന് പകരം നല്ല ഉറപ്പുള്ള പുതിയ പലകകൾ വെച്ചു. അങ്ങനെ കുറേ കാലം കൊണ്ട് ആ കപ്പലിലെ ഓരോ ചെറിയ ഭാഗവും മാറ്റി പുതിയതാക്കി. ഇപ്പോൾ ആ കപ്പലിൽ പഴയ ഒരു കഷ്ണം മരം പോലും ഇല്ല. ഇവിടെയാണ് ചോദ്യം. ഇത് ഇപ്പോഴും ആ പഴയ തീസിയസിൻ്റെ കപ്പൽ തന്നെയാണോ? ഇനി കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാം. ആരെങ്കിലും ആ പഴയ കേടുവന്ന പലകകളെല്ലാം പെറുക്കിക്കൂട്ടി വേറൊരു കപ്പലുണ്ടാക്കിയാലോ? ഇപ്പോൾ നമ്മുടെ മുന്നിൽ 2 കപ്പലുകളുണ്ട്. പുതിയ പാർട്സുകൾ വെച്ചുള്ള ഒരു കപ്പൽ, പഴയ പാർട്സുകൾ വെച്ചുണ്ടാക്കിയ പഴയ കപ്പൽ. ഇതിൽ ഏതാണ് യഥാർത്ഥത്തിൽ തീസിയസിൻ്റെ കപ്പൽ? ഇതൊരു പഴയ കപ്പലിൻ്റെ കാര്യമല്ലേ, നമുക്കെന്ത് കാര്യം എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഈ കപ്പൽ നിങ്ങളാണെന്ന് വിചാരിക്കുക. ബയോളജി അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ എപ്പോഴും മരിക്കുകയും പുതുതായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിലെ തൊലി, അതായത് സ്കിൻ, ഓരോ 2 മുതൽ 4 ആഴ്ചയിൽ അത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസ്ഥികൂടം ഏകദേശം 10 വർഷം കൂടുമ്പോൾ അസ്ഥികൂടം പൂർണ്ണമായും മാറുന്നുണ്ട്. അതായത് 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന നിങ്ങളുടെ ഒരു ഭാഗം പോലും ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലില്ല. എല്ലാം പുതിയതാണ്. എന്നിട്ടും നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കോൺഷ്യസ്നെസ് അഥവാ ബോധം, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ്, ഓർമ്മകൾ, അതാണ് ആ തുടർച്ച, അതായത് കണ്ടിന്യൂറ്റി നൽകുന്നത്. പക്ഷേ ആ കണ്ടിന്യൂറ്റി മുറിഞ്ഞു പോയാലോ? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ചില സിനിമകളിലേക്ക് നോക്കാം. നമ്മളെല്ലാവരും സ്റ്റാർ ട്രെക്ക് കണ്ടിട്ടുണ്ടാവും. അതിൽ ക്യാപ്റ്റൻ കിർക്ക് പറയുന്നുണ്ട്, അവിടെ ശരീരം ഒരു സ്ഥലത്ത് നിന്ന് മാഞ്ഞ് മറ്റൊരു സ്ഥലത്ത് തെളിയുന്നു. വളരെ ക്ലീൻ, സിമ്പിളാണ്. രക്തമില്ല, വേദനയില്ല, ഒന്നുമില്ല. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ്റെ ദ പ്രസ്റ്റീജ് എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ ഹ്യൂ ജാക്ക്മാൻ ഉപയോഗിക്കുന്ന മെഷീൻ ടെലിപ്പോർട്ടേഷൻ അല്ല നടത്തുന്നത്. അതിലൊരു ഡ്യൂപ്ലിക്കേഷനാണ്, അതായത് ഇരട്ടിപ്പിക്കലാണ് നടത്തുന്നത്. മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഒരു പുതിയ ആൻജിയർ ഉണ്ടാകുന്നു, പക്ഷേ പഴയ ആൻജിയർ ടാങ്കിലെ വെള്ളത്തിൽ വീണ് മരിക്കുന്നു. ഓരോ തവണ മാജിക് കാണിക്കുമ്പോഴും അയാൾ സ്വന്തം ജീവൻ ബലി കൊടുക്കുകയാണ്. ഇതാണ് ദ പ്രസ്റ്റീജ് പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ആ സിനിമയിലെ കഥയല്ലേ, റിയൽ ലൈഫിൽ അങ്ങനെ ആവണമെന്നുണ്ടോ? ശരിക്കും ചിന്തിച്ചാൽ സ്റ്റാർ ട്രെക്കിലെ ബീം മീ അപ്പ് ടെക്നോളജിയും അല്ലെങ്കിൽ പ്രസ്റ്റീജിലെ മെഷീനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. രണ്ടിലും നടക്കുന്ന ഒന്ന് തന്നെയാണ്. ഒന്നാമതായി ശരീരം നശിക്കുന്നു, രണ്ടാമതായി പുതിയൊരെണ്ണം ഉണ്ടാകുന്നു. ഇതുതന്നെയാണ് അർണോൾഡ് ഷ്വാസ്നഗറിൻ്റെ ദ 6th ഡേ എന്ന സിനിമയിലും കാണിക്കുന്നത്. അതിൽ വില്ലൻ ക്ലോണിങ് വഴി അനശ്വരനാകാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ മരിക്കാറാകുമ്പോൾ അയാളുടെ ഓർമ്മകൾ പുതിയൊരു ശരീരത്തിലേക്ക് മാറ്റുന്നു. പഴയ അയാൾ മരിച്ചു കഴിഞ്ഞ് പുതിയ അയാൾ വെറും ഒരു കോപ്പി മാത്രമാണ്. അയാൾക്ക് പഴയ ആളുടെ ഓർമ്മകൾ ഉണ്ടെന്ന് മാത്രം. നമുക്ക് ആ മാസ് ടെലിപ്പോർട്ടിലേക്ക് തിരിച്ചു വരാം. ഒരു ട്വിസ്റ്റ് നോക്കാം. മെഷീൻ ഒരു തകരാർ പറ്റിയെന്ന് കരുതുക. മാർസിൽ പുതിയ ആളെ ഉണ്ടാക്കി, പക്ഷേ ഭൂമിയിലുള്ള നിങ്ങളെ കൊല്ലാൻ മെഷീൻ മറന്നുപോയി. ഇപ്പോൾ പ്രപഞ്ചത്തിൽ 2 നിങ്ങളുണ്ട്. ഭൂമിയിലിരിക്കുന്ന നിങ്ങൾ, മാർസിലിരിക്കുന്ന നിങ്ങൾ. 2 പേരും റിയലാണ്. അപ്പോൾ ടെലിപ്പോർട്ടേഷൻ കമ്പനിയുടെ ആൾ വന്ന് ഭൂമിയിലെ നിങ്ങളോട് പറയുകയാണ്, സോറി സർ, ഒരബദ്ധം പറ്റി. മാർസിൽ നിങ്ങളുടെ കോപ്പി റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് കരാർ പ്രകാരം ഞങ്ങൾക്ക് നിങ്ങളെ കൊല്ലണം. നിങ്ങൾ സമ്മതിക്കുമോ ഇല്ലയോ? ഇല്ലല്ലോ, നിങ്ങൾ എന്നെ കൊല്ലരുതേ എന്ന് മാത്രമേ പറയൂ. അപ്പോൾ പിന്നെ മെഷീൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ മാത്രം അതെങ്ങനെ യാത്രയാവുന്നത്?
അത് ശരിക്കും ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യയല്ലേ? ഇനി പേടിപ്പിക്കുന്ന ചിന്തകളൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും റിലേറ്റബിളായ ഒരു കാര്യം നോക്കാം. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ, നാളെ ഈ ഫോൺ തറയിൽ വീണ് പൊട്ടി എന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കടയിൽ പോയി അതേ മോഡൽ പുതിയ ഫോൺ വാങ്ങും. നിങ്ങളുടെ പഴയ ക്ലൗഡ് ബാക്കപ്പ് അതിലേക്ക് റീസ്റ്റോർ ചെയ്യും. ഫോട്ടോകൾ, കോൺടാക്റ്റുകൾ, വാട്സപ്പ് ചാറ്റുകൾ എല്ലാം തിരിച്ചു കിട്ടും. ഇപ്പോൾ നിങ്ങൾ പറയും ഇതെൻ്റെ ഫോണാണ്. പക്ഷേ സത്യം എന്താണ്? പഴയ ഫോൺ, അതായത് അതിൻ്റെ ഹാർഡ്വെയർ ഇപ്പോഴും ആ കടയിലെ വേസ്റ്റ് ബിന്നിൽ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോണിക്ക് കാണും. നിങ്ങളുടെ കയ്യിരിക്കുന്നത് വെറും ഡാറ്റ മാത്രമാണ്. നമ്മൾ ഫോണിൻ്റെ ശരീരത്തെ അഥവാ ബോഡി അല്ല സ്നേഹിക്കുന്നത്, അതിനുള്ളിലെ ഓർമ്മകളെ അല്ലെങ്കിൽ മെമ്മറിയെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഇനി ഭാവിയിലേക്ക്, അതായത് ഫ്യൂച്ചറിലേക്ക് നോക്കാം. ശാസ്ത്രം വളരുകയാണ്. ഭാവിയിൽ നിങ്ങളുടെ തലച്ചോറിലെ ചിന്തകൾ, അതായത് കോൺഷ്യസ്നസ്, ഇതേപോലെ ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാലോ? ശരീരം മരിച്ചാലും നിങ്ങൾ ഇൻ്റർനെറ്റ് ക്ലൗഡിൽ എന്നെന്നും ജീവിച്ചിരിക്കും. ചോദ്യം ബാക്കിയാണ്, ആ കമ്പ്യൂട്ടറിനുള്ളിലുള്ളത് ശരിക്കും നിങ്ങളാണോ? അതോ നിങ്ങളെപ്പോലെ സംസാരിക്കാൻ പഠിച്ച ഒരു AI ചാറ്റ് ബോട്ട് മാത്രമാണോ? തീസിയസിൻ്റെ കപ്പൽ നമ്മളോട് ചോദിക്കുന്നതും ഇതാണ്. നമ്മൾ എന്നത് നമ്മുടെ ശരീരമാണോ അതോ നമ്മുടെ ഓർമ്മകളാണോ? നിങ്ങളുടെ ഓരോ കോശവും മാറ്റി പുതിയതാവുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണോ അതോ റീപ്ലേസ് ചെയ്യപ്പെടുകയാണോ? അതുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച് കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് അനശ്വരനാകാൻ അവസരം കിട്ടിയാൽ നിങ്ങളത് ചെയ്യുമോ? ഉത്തരം കമൻറ്റ് ചെയ്യുക. എനിക്ക് എൻ്റെ ശരീരം മതി എന്നാണെങ്കിൽ അതും പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.